بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സൂക്ഷ്മതയോടെ വഴിപ്പെടാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി ആദരപൂർവം പിന്തുടരാനും മരണപ്പെടുന്നത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുത്തഖികളായി തീരാനും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ പൊതുവിൽ ആത്മീയ മേഖലയിൽ ഒരുപാട് ചാബല്യങ്ങൾക്കും അബദ്ധങ്ങൾക്കും വിധേയനാവുന്നവനാണ്. എപ്പോഴും സത്യത്തെ കവച്ചു വെക്കുന്ന അസത്യങ്ങളും യാഥാർത്ഥ്യങ്ങളെക്കാൾ മനസ്സിനും കാതിനും കുളിർമ നൽകുന്നതുമായത് മിഥ്യയും കെട്ടുകഥകളുമാണ്.
അതുകൊണ്ട് തന്നെ സത്യത്തിൻ്റെ പിന്നാലെ പോകുന്നതിനേക്കാൾ എപ്പോഴും വിശ്വാസ ലോകത്ത് മറ്റുള്ളവരല്ല, വിശ്വാസ ലോകത്ത് സത്യത്തെക്കാൾ കൂടുതൽ എപ്പോഴും പിൻഗാമികളും അനുയായികളും ഉണ്ടായിട്ടുള്ളത് അസത്യത്തിൻ്റെ ആളുകൾക്കും അതിൻ്റെ അനുയായികളായി മാറുക എന്നതിനുമാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈസ അലൈഹിസ്സലാമിൻ്റെ ജീവിതം. 1,00,000-ലധികം പ്രവാചകന്മാർക്കിടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം അലൈഹിസ്സലാമിനോട് ഉപമിച്ച ഒരു പ്രവാചകൻ ഈസ റൂഹുല്ലാഹ് അലൈഹിസ്സലാം മാത്രമാണ്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. അള്ളാഹുവിൻ്റെ അരികിൽ ഈസ അലൈഹിസ്സലാമിൻ്റെ ഉപമ ആദമിനോടാണ്. ആദം മാതാപിതാക്കളില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഈസ അലൈഹിസ്സലാം പിതാവില്ലാതെ സൃഷ്ടിക്കപ്പെട്ടവനുമാണ്. ജനനവും ജീവിതവും ഭൂമിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ തിരോധാനവും ജീവിച്ചിരുന്ന ഏതാനും വർഷങ്ങളിൽ 32 വയസ്സാണ് അദ്ദേഹം ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്നും നമ്മളെല്ലാവരും ഖിയാമത്ത് നാളിൽ അല്ലാഹുവിങ്കൽ ഹാജരാക്കപ്പെടുമ്പോൾ ആ 32 വയസ്സുകാരായിട്ടായിരിക്കും എന്നൊക്കെ ഹദീസുകളിൽ കാണാം. ഈ 32 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട അത്ഭുതങ്ങളുമെല്ലാം അദ്ദേഹത്തെ മനുഷ്യനല്ല എന്ന ഒരു തലത്തിലേക്ക് പിൽക്കാലക്കാർ ഉയർത്താൻ കാരണമായിട്ടുണ്ട്. 4 കാഴ്ചപ്പാടുകളാണ് വേദഗ്രന്ഥങ്ങളുടെ അവകാശികൾക്കിടയിൽ ഈസ അലൈഹിസ്സലാമിനെ കുറിച്ചുള്ളത്. അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചവനാണ് എന്നതിനാൽ അദ്ദേഹം ഒരു ജാരസന്തതിയാണ് എന്ന് യഹൂദികൾ എക്കാലവും ആക്ഷേപിച്ചുകൊണ്ടിരുന്നു. അന്നും ഇന്നുമൊക്കെ അവരാ ആക്ഷേപവും ആരോപണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വാദഗതികളെ ഖണ്ഡിക്കുകയുണ്ടായിട്ടുണ്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിലായി. ഞങ്ങൾ ഈസ അലൈഹിസ്സലാമയെ കൊന്നു എന്നവർ പറഞ്ഞു. വഖൗലുഹും ഇന്നാ ഖതലൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ ദൂതനായ ഈസ അലൈഹിസ്സലാമിനെ ഞങ്ങൾ കൊന്നു എന്നവർ പറഞ്ഞു. പക്ഷെ വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവർക്ക് അദ്ദേഹത്തെ കൊല്ലാനോ ആരോപിക്കപ്പെടുന്നതുപോലെ കുരിശിലേറ്റാനോ സാധിച്ചിട്ടില്ല. വലകി ശുബ്ബിഹ ലഹും, അദ്ദേഹത്തെ പോലെ ഒരാളെ പിടികൂടി ആ അപരനെയാണ് അവർക്ക് കൊല്ലാനും കുരിശിലേറ്റാനും ഒക്കെ സാധിച്ചത്. മറ്റൊരായത്തിൽ അല്ലാഹു പറയും വമാ ഖതലൂഹു യഖീന, ഉറപ്പായിട്ടും അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ സാധിച്ചിട്ടില്ലായിരുന്നു. മറ്റൊരു നിലപാട് ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെതാണ്. അവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ ഇബ്നു മറിയം. അവർക്ക് 3 തരം വാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ഈസ അലൈഹിസ്സലാം തന്നെയാണ് അല്ലാഹു എന്നവർ പറഞ്ഞു. ഈസ അലൈഹിസ്സലാം അല്ലാഹുവാണ് എന്നവർ പറഞ്ഞു. അത് പറയുക വഴി അവർ കാഫിറുകളായി പോയിരിക്കുന്നു. അവരിൽ മറ്റൊരു വിഭാഗം പറഞ്ഞത് ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹുവിൻ്റെ 3 പ്രതീകങ്ങളിൽ
ഒന്നാണ് ഈസ അലൈഹിസ്സലാം. അതിനാണ് ത്രിയേകത്വം എന്ന് പറയുക. അള്ളാഹുവിൻ്റെ മൂന്നിൽ മൂന്നാമനാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്നവസ്ഥകളിൽ ഒന്നാണ് ഈസ അലൈഹിസ്സലാം എന്ന് പറഞ്ഞവരും അവരിലുണ്ട്. അവരും അതുവഴി കാഫിറുകളായി പോയി എന്ന് ഖുർആൻ പറഞ്ഞു. മൂന്നാമത് അവരിലൊരു വിശ്വാസം, വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണെന്ന വാദം. ഇത്രമാത്രം ഗൗരവതരമായ ഒരാരോപണം അള്ളാഹുവിനെ കുറിച്ചുണ്ടാക്കാൻ, ആരോപിക്കാൻ എങ്ങനെ മനുഷ്യർക്ക് സാധിച്ചു എന്ന് അള്ളാഹു അത്ഭുതം കൊള്ളുന്നത് കാണാം. വഖാലു ഇത്തഖദ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال حتى أن دعوا للرحمن ولدا. അള്ളാഹുവിന് മകനുണ്ട് എന്നവർ ആരോപിക്കുന്നു. അത് ഒരു ഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണം കേട്ട് ആകാശഭൂമികൾ നടുങ്ങിപ്പോയി, പർവ്വതങ്ങൾ കിടുകിട വിറച്ചുപോയി, ഭൂമി പൊട്ടിപ്പിളരാറായി. റഹ്മാനി വലദ, അള്ളാഹുവിന് മകനുണ്ട് എന്ന ആരോപണമാണ് അതിൻ്റെ കാരണം. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. ഇസ്ലാം അതിൻ്റെ നിലപാട്, മൂന്നാമത്തെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. അള്ളാഹുവിനൊരു മകനെ സ്വീകരിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ. ഖിയാമത്ത് നാൾ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിങ്കലേക്ക് പഞ്ചപുച്ഛമടക്കി വിനയത്തോടെ വരേണ്ട അടിമകൾ മാത്രമാകുന്നു ഈസ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കുറച്ചുകൂടി കിടത്തിയിട്ട് അള്ളാഹു പറഞ്ഞു, ഫമൻ യംലികു മിനല്ലാഹി ശൈഅൻ ഇൻ അറാദ യുഹ്ലികൽ മസീഹ വ ഉമ്മുഹു വമൻ ഫിൽ അർദി ജമീഅ. ആകാശഭൂമികളെ തന്നെയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും ഈസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ഇത്തരം ഒരു വാദം വന്നപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ ആവശ്യപ്പെട്ടത് ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ എന്നാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളെ പരസ്യമായി പ്രഖ്യാപിച്ചേക്കുക, ഇൻ കാന ലിർറഹ്മാനി വലദുൻ, അല്ലാഹുവിന് എങ്ങാനും ഒരു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഫഅന അവ്വലുൽ ആബിദീൻ, ആ മകനെ ആരാധിക്കുന്നവരിൽ ഒന്നാം സ്ഥാനത്ത് ഞാനായിരിക്കുമെന്ന് അവരോട് ഉറപ്പിച്ചു പറയുക. ഇങ്ങനെ 2-3 വാദഗതികൾക്കിടയിലാണ് ഇസ്ലാം ആരായിരുന്നു യഥാർത്ഥത്തിൽ ഈസ അലൈഹിസ്സലാം എന്നു പഠിപ്പിച്ചത്. ഖുർആൻ ഈസ അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചത് ഇന്നഹു ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. ഈസാ നബിയുടെ നിലപാട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം എന്നാണ്. മൂന്നാമത്തെ നിലപാട് അതാണ്. യഹൂദി നിലപാടുകൾ തെറ്റാണ്, ക്രൈസ്തവ നിലപാടുകൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഈസാ നബിയെ കൊണ്ട് തന്റെ നിലപാട് പറയിക്കുകയാണ്. എന്താണ് സംഗതി? ഖുൽ, അള്ളാഹിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, ജനങ്ങളെ അള്ളാഹുവാണ് എന്റെ റബ്ബ്, നിങ്ങളുടെ റബ്ബും അള്ളാഹുവാണ്. അതുകൊണ്ട് ആരാധനകൾ എനിക്കല്ല വേണ്ടത്. ഫഅബ്ദൂഹു, ഞാൻ എൻ്റെ റബ്ബായ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുക. ആകയാൽ നിങ്ങളും ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിൻ. അതാണ്
ഈസാ അലൈഹിസ്സലാമിന്റെ നിലപാട് ഒന്നുകൂടി കടത്തിയിട്ട് അല്ലാഹു പറയും, ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസാ അല്ലാഹുവാണെന്ന് പറഞ്ഞവർ കാഫിറായി പോയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയേ, വഖാലൽ മസീഹു, മസീഹാകട്ടെ അദ്ദേഹം തന്റെ നാട്ടുകാരോട് പറഞ്ഞത്, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ, ഉഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. എന്നിട്ടും നിർത്താൻ അദ്ദേഹം തുടരുകയാണ്, ഇന്നഹു മയുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ആരാണെങ്കിലും വല്ലാത്തൊരു പ്രയോഗമാണ് അതില്ലേ. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് ആരാണെങ്കിലും, ആരെയാണ് പങ്കു ചേർത്തത് എങ്കിലും, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം നിഷിദ്ധമാണ്. വമഅ്വാഹുന്നാർ, നരകമാണ് അവന്റെ സങ്കേതം. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അത്തരക്കാർക്ക് യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല. അത് അവിടെയും നിർത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയുടെ അവസാന ഭാഗങ്ങളിൽ ഈസാ നബിയുമായി ബന്ധപ്പെട്ട ഒരു സംസാരം തന്നെ നടത്തുന്നുണ്ട്. അതെന്താണെന്നറിയങ്ങള്, ഈസാ നബിയോട് അല്ലാഹു ചോദിക്കുകയാണ്, യാ ഈസ ഇബ്നു മറിയം, അഅന്ത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹീനി മിൻ ദൂനില്ലാഹ്. ഈസാ, എന്നെയും എൻ്റെ ഉമ്മയെയും അല്ലാഹുവല്ലാതെ അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കണമെന്ന് താങ്കൾ എങ്ങാനും താങ്കളുടെ നാട്ടുകാരോട് പറഞ്ഞിരുന്നുവോ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി, ഖാല സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് അവകാശമില്ലാത്തത് ഞാൻ എങ്ങനെയാണ് പറയുക? എനിക്കങ്ങനെ പറയാൻ അവകാശമില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് പറയുക? എന്നിട്ട് അദ്ദേഹം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ യഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. നീ എന്നോട് കൽപ്പിച്ചതാണ് ഞാൻ അവരോട് പറഞ്ഞത്. അതെന്തായിരുന്നു? അൻ യഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അവരോട് പറയണം എന്നായിരുന്നുവല്ലോ റബ്ബേ നീ എന്നോട് കൽപ്പിച്ചിരുന്നത്. അതാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഈസാ നബിയുടെ നിലപാട് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ഈസാ നബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ നിലപാട് വെച്ച് പുലർത്തുന്നവർ ക്രൈസ്തവരല്ല, യഹൂദരല്ല. ഈസാ നബിയുടെ യഥാർത്ഥത്തിലുള്ള അനുയായികൾ ആരാണ് എന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി എന്താണെന്നറിയങ്ങൾ, അത് മുസ്ലിങ്ങളാണ് എന്നാണ്. കാരണം മുസ്ലിമീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പഠിപ്പിച്ചത്, ഈദ് കാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയമ വജീഹൻ ഫിദ്ദുനിയ വൽ ആഖിറതി വമിനൽ മുഖറബീൻ. ഈസാ നബിയെ സംബന്ധിച്ച് മറിയം ബീവിക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ തന്നെ പറയുന്നത്, അദ്ദേഹം അല്ലാഹുവിന്റെ അടുപ്പക്കാരനും അല്ലാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവനുമായ ഒരു സന്താനമായിരിക്കും നിനക്കുണ്ടാവുക മറിയമേ എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിന് നൽകപ്പെട്ട അത്ഭുത സിദ്ധികളെല്ലാം അല്ലാഹു ഖുർആനിൽ നമ്മളോട് പറഞ്ഞു. ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദ്സ്, അങ്ങയെ നാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാം റൂഹുള്ള എന്ന ബഹുമതി നാമത്തിൽ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നതും ആദരിക്കുന്നതും. ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദ്സ് എന്നിട്ട് പറയൂ, തുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹില, താങ്കൾ ജനിച്ചു വീണ സമയത്ത് തന്നെ സംസാരിക്കുക എന്ന മഹാത്ഭുതം താങ്കളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ സംഭാഷണം പോലും പറയാൻ മറ്റു മതവിശ്വാസികൾക്ക് ഈസാ നബിയുടെ അനുയായികളാണെന്ന് പറയുന്നവർക്ക് പോലും സാധിക്കാത്ത രൂപത്തിൽ പിന്നെ അദ്ദേഹം പറയും, നീ അബ്ദുല്ലാഹി അതാനിൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസകാത്തി മാ ദുംതു ഹയ്യ വബറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ എന്നാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം
സക്കാത്ത് നൽകണമെന്നും നോമ്പനുഷ്ഠിപ്പ നമസ്കാരം നിലനിർത്തണമെന്നും എൻ്റെ മാതാവിനോട് അങ്ങേ അറ്റത്തെ വിനയം പാലിക്കണമെന്നും മാന്യമായി ഇടപെടണമെന്നും എനിക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രവാചകനാണ്, എനിക്ക് വേദഗ്രന്ഥവുമുണ്ട് എന്ന് സംസാരിച്ചു തുടങ്ങുന്ന ജീവിതമായിരുന്നു ഈസാ അലൈഹിസ്സലാമിൻ്റെത് എന്ന് മുസ്ലിം വിശ്വസിക്കുമ്പോൾ കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തികയാത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെള്ളം വീഞ്ഞാക്കുകയായിരുന്നു ഈശോ മിശിഹ ചെയ്തത് എന്ന് വിശ്വസിക്കുന്ന ഈ അപരവിഭാഗവുമാണ് ഇവിടെയുള്ളത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അത് കുടിക്കരുത് കൊടുക്കരുത് എന്ന് പറയുകയെന്ന വിരോധാഭാസവും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. അവിടെ നിന്ന് പോയിട്ട് ഈസാ നബി ഇസ്ലാമിയോട് അള്ളാഹു പറയുകയാണ്, വൈദ് തഖ്ലുഖു മിന തീനി കഹൈഅത്തി ത്വയ്രി ഫതൻഫുഖു ഫീഹി വതകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ. താങ്കൾ ഒരു കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് അതിലൊന്നൂതിയാൽ എൻ്റെ അനുമതി പ്രകാരം അതൊരു ജീവനുള്ള പക്ഷിയായി മാറും. വെള്ളപ്പാണ്ടുകാരനെ താങ്കളൊന്ന് തടവിയാൽ, അന്ധന്റെ കണ്ണിൽ താങ്കളൊന്ന് തടവിയാൽ, ജീവനുള്ള മരിച്ചുപോയ ആളുകളെ താങ്കളൊന്ന് വിളിച്ചാൽ, ഞാൻ അംഗീകരിച്ച് അനുവദിച്ചത് പ്രകാരം, എൻ്റെ അനുമതി പ്രകാരം അവർക്കെല്ലാവർക്കും രോഗശാന്തി ഉണ്ടാകും, മരിച്ചവർ ജീവിച്ചു വരും. നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ച മുതലുകളെ കുറിച്ചും നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചും ഞാൻ വ്യക്തമാക്കി തരാം എന്നിങ്ങനെ അത്ഭുത സിദ്ധികളുടെ ഒരു കൂമ്പാരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതങ്ങനെ തന്നെ അംഗീകരിക്കുന്ന വിഭാഗമാണ് മുസ്ലിമീങ്ങൾ. അതങ്ങനെ തന്നെ അംഗീകരിക്കുന്ന വിഭാഗമാണ് മുസ്ലിമീങ്ങൾ. അതേ സമയത്ത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന നിലപാട് എന്താണ്? അത് പ്രവാചകന്മാരിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച തൗഹീദാണ്. ആരാധനയുടെ യാതൊരു മേഖലയും, അത് നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, പ്രാർത്ഥനയാവട്ടെ, നേർച്ച വഴിപാടുകൾ പോലുള്ള സംഗതികളാവട്ടെ, ആരാണെങ്കിലും ശരി അള്ളാഹുവിൻ്റെ ഏതൊരു പടപ്പിലേക്കും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് അല്പമാത്രമെങ്കിലും തിരിച്ചുവിട്ടാൽ അവിടെ ശിർക്ക് വരുമെന്നും ശാശ്വത നരകത്തിനായിരിക്കും അത് കാരണമാവുക എന്നും ഇതാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നവരും മുസ്ലിമീങ്ങൾ, നടപ്പിൽ വരുത്തുന്നതും മുസ്ലിമീങ്ങൾ, അതിനുവേണ്ടി നിലകൊള്ളുന്നതും മുസ്ലിമീങ്ങൾ. ആ അർത്ഥത്തിൽ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും യഥാർത്ഥ അനുയായികളും പിന്തുടർച്ചക്കാരും അനന്തരാവകാശികളുമായി നമ്മളാണുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം പറയാനുള്ള ഒരു സംഗതി, പരിശുദ്ധ ഖുർആൻ ആറോളം ഇടത്ത് ആവർത്തിച്ച് പറഞ്ഞ ഒരു സംഗതി, വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ എന്നാണ്. മറ്റൊരാൾ ചെയ്ത പാപത്തിന്റെയും ഭാരം ഒരാളും വഹിക്കേണ്ടി വരില്ല. ഒരാളുടെ നന്മ കൊണ്ടും അവരെ മറ്റൊരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവനവൻ ചെയ്ത നന്മയുടെ പ്രതിഫലം അവനവൻ അനുഭവിക്കുന്നത് പോലെ തന്നെ അവനവൻ ചെയ്ത തിന്മയുടെ ശിക്ഷയും അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന ഉന്നത പാഠവും മനുഷ്യനെ നേർവഴിയിൽ നടത്താനുള്ള ഭയപ്പെടുത്തുന്ന മറ്റൊരു രീതിയും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരും മുസ്ലിമീങ്ങൾ മാത്രമാണ്. ആരോടെങ്കിലും ഏറ്റുപറയുന്നതിലൂടെ, ആരുടെയെങ്കിലും ജനനത്തിലൂടെ മനുഷ്യരുടെ മുഴുവൻ പാപവും ഇല്ലാതായി പോകുന്നു എന്ന അബദ്ധജടിലമായ വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള അഖില പ്രവാചകന്മാരും ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് തുല്യരാണ്. ഞങ്ങൾ അവരെ ഒരേപോലെ ആദരിക്കും, ഒരേപോലെ ബഹുമാനിക്കും, ഒരേപോലെ അംഗീകരിക്കും. അവരെ അപമാനിക്കുന്ന, അവർക്ക് മാനക്കേടുണ്ടാക്കുന്ന യാതൊരു സമീപനവും ഞങ്ങളിൽ നിന്നുണ്ടാവുകയില്ല. കാരണം വനഹ്നു ലഹു മുസ്ലിമൂൻ, അവരൊക്കെയും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായതുപോലെ വഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും, ഈ പ്രവാചകന്മാരെല്ലാവരും ഒരൊറ്റ സമുദായത്തിലെ ചങ്ങലക്കണ്ണികളാണ്. ആ ചങ്ങലക്കണ്ണിയിൽ ഒരു കണ്ണിയാണ് ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഈ സമുദായവും.
വഅന റബ്ബുക്കും. ആ പ്രവാചകന്മാരെല്ലാം ആരാധിച്ചത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. അതുകൊണ്ട് വഅന റബ്ബു, അതുകൊണ്ട് നമ്മളും അതേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നേർച്ച വഴിപാടുകൾ നടത്തുന്ന ഒരു രീതി സ്വീകരിച്ചാൽ, ജീവിതത്തിൽ പാലിച്ചാൽ നമ്മൾ ഈസാ അലൈഹിസ്സലാമിന്റെ അനുയായികളായി മാറി അദ്ദേഹത്തോടൊപ്പം സ്വർഗപ്രവേശനം സിദ്ധിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസ മേഖലയിലെ വൈകല്യങ്ങൾ, കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ, അബദ്ധങ്ങളെ വഴികേടുകളെ ബോധ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയൊരു പ്രാർത്ഥന അങ്ങനെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ, പടച്ചവനെ ഹക്കിനെ ഹക്കായി ബോധ്യപ്പെടുത്തി തരയണമേ. സുബ്ഹാനല്ലാഹ്, ബോധ്യപ്പെടുത്തിയാൽ മാത്രം പോരാ പടച്ചവനെ. വർസുഖന തിബാന, ആ ഹക്കിനെ പിന്തുടരാനുള്ള ഈമാനും നൽകണമേ റഹ്മാനെ. ഹക്കിനെ ബോധ്യപ്പെടുത്തി തരയണമേ റഹ്മാനെ, അതിനെ പിന്തുടരാനുള്ള ഈമാനും നൽകണമേ റഹ്മാനെ. എന്നിട്ട് നിർത്താതെ അവിടുന്ന് തുടരുകയാണ്, വാരിനൽ ബാത്തില ബാത്തിലൻ, അല്ലാഹുവേ അസത്യത്തെ അസത്യമായി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരയണമേ. അതിനോടൊപ്പം വർസുഖന ജിത്തിനാബ, അതിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഈമാനും നൽകണമേ റഹ്മാനെ എന്ന പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഈസാ അലൈഹിസ്സലാമിന്റെ അനുയായികളായി മാറുക. അഖില പ്രവാചകന്മാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിം സൊസൈറ്റിയുടെ ചങ്ങലക്കണ്ണികളിൽ ഒരു കണ്ണിയായി സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യാ റബ്ബൽ ആലമീൻ കമാ റബ്ബയാനി സഗീറ. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിനിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട അനുയായികളും അഖില പ്രവാചകന്മാരെയും ആദരിക്കുന്ന മുസ്ലിം സൊസൈറ്റിയുടെ ഭാഗങ്ങളുമായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്രയൊക്കെയും പറഞ്ഞപ്പോൾ നമ്മളതിൽ നിന്ന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണെന്ന് വിശ്വസിക്കുന്നവരുടെ ആ വിശ്വാസത്തിൻ്റെ മുകളിലുള്ള ആരാധനയാണ്, ആഘോഷമാണ് ഇൻഷാ അള്ളാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ കോപിപ്പിച്ച, പ്രപഞ്ചം താറുമാറാകും എന്നിടത്ത് വരെ ഭയപ്പാടുകൊണ്ട് കിടുകിടെ വിറപ്പിച്ച ഒരാരോപണത്തെ സ്വന്തം വിശ്വാസമായി സ്വീകരിച്ച, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ആഘോഷങ്ങളുടെ ഭാഗമാവാൻ മുസ്ലിമീങ്ങൾക്ക് പാടുണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ ആ വിഭാഗമാകുന്നു, മറ്റു ചില ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വിഭാഗമാകുന്നു, 2 പെരുന്നാൾ വരുമ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളും ആകുന്നു. നമ്മളുടെ വിചാരം ഇതൊക്കെ ചെയ്താലാണ് ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കുക, ഇതൊക്കെ ചെയ്താലാണ് ഇവിടെ ഇസ്ലാമിന് നിലനിൽപ്പുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ ആരോ റാഞ്ചിക്കൊണ്ടു പോകുമെന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുറെ കാലമായല്ലോ നമ്മൾ ഇത് തുടങ്ങിയിട്ട്. മുസ്ലിം സൊസൈറ്റിക്ക് ഇതുകൊണ്ട് നഷ്ടമല്ലാതെ നേട്ടം വല്ലതും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്കും. നമ്മുടെ ഇസ്സത്ത് പോയി അല്ലേ? നമ്മുടെ സമുദായം വഴിതെറ്റിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഈ സമുദായങ്ങളിൽ നിന്ന് അവരുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് പോലും അപമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കട്ടൻ ചായ കുടിക്കാൻ ഒരു മാപ്പിളയുടെ ചായക്കടയിൽ കയറിയാൽ അതുപോലും വർഗീയവാദികൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണെന്ന് ഉന്നതന്മാരായ വേണ്ടപ്പെട്ടവർ പറയുകയും പലതരത്തിലുള്ള ജിഹാദുകൾ നടത്തി സ്വന്തം മക്കളെ വഴിപിഴപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെന്ന് നേതൃത്വത്തിൽ നിൽക്കുന്നവർ ആരോപിക്കുകയും ചെയ്തിട്ടും നമ്മൾ അതിൻ്റെ ആഘോഷ
ആഘോഷത്തിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്കിവിടെ മതസൗഹാർദ്ദവും വിശ്വമാനവരും ആകാൻ സാധിക്കുകയുള്ളൂ എന്നത് ഒരു വിശ്വാസമായി നിലനിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവർ അറിയുക, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ലതത്തബിഅന്ന സനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ ലബ്ബിൻ ലദഖൽതും ഫീ. ഇതര സമുദായങ്ങളുടെ ചടങ്ങുകളെ ചാണിനു ചാണായി മുഴത്തിരമുഴമായി ഈ സമുദായത്തിൽ നിന്നൊരു വിഭാഗം പിൻപറ്റുക തന്നെ ചെയ്യും. മറ്റൊരു റിപ്പോർട്ടിൽ ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളുടെ ചടങ്ങുകളുമായി സഹകരിക്കുന്ന ഒരു വിഭാഗം ഈ സമുദായത്തിൽ ഉണ്ടാകുന്നതുവരെ വഹത്താ തഅബുദൽ ഔസാൻ, പോയി ഈ സമുദായം വിഗ്രഹാരാധന സ്വീകരിക്കുന്നത് വരെ ഖിയാമത്തുണ്ടാവുകയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീടുകളിൽ മിക്കതിലും ആ നക്ഷത്രം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ആ നക്ഷത്രം തൂക്കാനും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ആരാധനകളും നടത്താനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ മതവിഭാഗത്തിനുണ്ട്, ആ സഹോദരങ്ങൾക്കുണ്ട്. അത് വകവെച്ചു കൊടുക്കലും അതിനെ എതിർക്കാതിരിക്കലും ആ വിശ്വാസത്തെ അപമാനിക്കാതിരിക്കലും മുസ്ലിം എന്ന രൂപത്തിൽ നമ്മുടെ ബാധ്യതയാണ്. വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാത്ത ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ നിങ്ങൾ അപമാനിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം നമുക്കൊരു ഇസ്ലാമിക സ്വത്വമുണ്ട്, ഒരു ഇസ്ലാമിക വ്യക്തിത്വമുണ്ട്, വിശ്വാസപരമായ നമുക്കൊരു അസ്തിത്വമുണ്ട്. ആ സ്വത്വത്തെയും ആ വ്യക്തിത്വത്തെയും ആ അസ്തിത്വത്തെയും നിലനിർത്തുമ്പോഴാണ് നമുക്കെന്തുണ്ടാവുക? അന്തസ്സുണ്ടാവുക, അഭിമാനമുണ്ടാവുക, ശറഫുണ്ടാവുക, ഇസ്സത്തുണ്ടാകുക. അങ്ങനെയുള്ള വലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, അന്തസ്സ് മുഴുവനും അല്ലാഹുവിനുള്ളതാണ്. മറ്റൊരായത്ത് വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്തിന്റെ അവകാശി അല്ലാഹുവാകുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു, മുഅ്മിനീങ്ങളാകുന്നു. മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് നിലനിൽക്കൽ എപ്പോഴാണ്? വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ തന്നെയായിരിക്കും അത്യുന്നതിയിൽ ഉണ്ടാവുക. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളുടെ ഈമാൻ കൃത്യമാണെങ്കിൽ എന്നർത്ഥം. മറ്റു മതവിഭാഗങ്ങളെ കുറ്റം പറയലല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിലതൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റുള്ളവർ നമ്മുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെടുന്നതിന് സഹകരിക്കുന്നില്ലേ, അപ്പൊ നമുക്ക് അങ്ങോട്ടും സഹകരിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന്റെ മറുപടി, തൗഹീദിനോട് ആർക്കും സഹകരിക്കാം, ശിർക്കിനോട് സഹകരിക്കാൻ ഒരു മുസൽമാന് പാടില്ല എന്നതാണ്. തൗഹീദിനോട് ആർക്കും സഹകരിക്കാം, ശിർക്കിനോട് സഹകരിക്കാൻ ഒരു മുസൽമാന് പാടില്ല. മറ്റ് ആരാധനകളുടെ മേഖലകളല്ലാത്ത മറ്റേതു മേഖലകളിലും നമ്മളാണ് സമുദായത്തെ, നാടിനെ ചലിപ്പിക്കേണ്ടത്, നാടിൻ്റെ കണ്ണീരൊപ്പാൻ, നാടിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഭാഗമാക്കാവാൻ, നാടിന് കൈപിടിച്ചുയർത്താൻ, ജാതി മത വ്യത്യാസമില്ലാതെ ആർക്കും സഹായങ്ങൾ ഏത് സമയത്തും ലഭിക്കാൻ, നടത്തിക്കൊണ്ട് നൽകാൻ മുസൽമാന് മുമ്പിൽ നിൽക്കേണ്ടത് ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിലൊന്നും പെടില്ല എന്നെങ്കിലും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. എന്നിട്ട് അവനവൻ്റെ മനസ്സിനെ ഈമാൻ കൊണ്ട് കരുത്തുറ്റതാക്കുക, തഖ്വ കൊണ്ട് കരുത്തുറ്റതാക്കുക, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൊണ്ട് കരുത്തുറ്റതാക്കുക. അപ്പോഴാണ് നമ്മൾ നമ്മളായി മാറുക. നമ്മൾ മറ്റുള്ളവരാവാനുള്ളവരല്ല, മറ്റുള്ളവരെങ്ങനെയാണെന്ന് നോക്കേണ്ടവരല്ല, മറ്റുള്ളവർ നമ്മളെ നോക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഫൈൻ തവല്ലൗ ഫഖൂലു അശ്ഹദു ബിഅന്നാ മുസ്ലിമൂൻ എന്നാണ്. അവർക്കിതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ അവരോട് പറയണം, ഫഖൂലു അശ്ഹദു, എന്നാൽ നിങ്ങൾ കണ്ടുപഠിക്കണം,
പഠിക്കുക. ബി അന്നാ മുസ്ലിമൂൻ, യഥാർത്ഥ മുസ്ലിം എങ്ങനെയാണെന്ന് ജീവിതം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് അങ്ങോട്ട് പറയേണ്ട ഒരു സമുദായം അവരെ കൂടെ കൂടി അവരോടൊപ്പമായാലേ നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്നിടത്ത് എത്തിയെങ്കിൽ അത് തൗഹീദിന്റെ കുറവാണ്, ഈമാനിന്റെ കുറവാണ്, പരിശുദ്ധ ഖുർആനോടുള്ള ബന്ധത്തിന്റെ കുറവാണ്, നമുക്ക് മതകീയമായ അറിവിന്റെ കുറവാണെന്ന് തിരിച്ചറിയുക. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ, ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസത്യങ്ങളെ തിരിച്ചറിയാനും അസത്യത്തോട് സ്നേഹപൂർവ്വ രാജിയാവാനും ഗുഡ് ബൈ പറയാനുമുള്ള ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും അനുഷ്ഠാന വൈകല്യങ്ങളിൽ നിന്നും ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നും അള്ളാഹുവെയും സമുദായത്തെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. വന്നുപോയ എല്ലാ വീഴ്ചകളിലും ഈ സമുദായത്തിന് മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അണുവിട തെറ്റാതെ ജീവിച്ച് നീ ഇഷ്ടപ്പെടുന്ന സമയത്ത്, നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ, നീ ഇഷ്ടപ്പെടുന്ന നാളിൽ നിന്നിലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഈ സമുദായത്തെ മുഴുവനായും അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തികവും മാനസികവും വൈയക്തികവും കുടുംബപരവുമായ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ മുഴുവൻ പ്രിയപ്പെട്ടവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. രോഗം കൊണ്ട് വലയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗം ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أجرنا وأجر والدنا وأغننا من النار. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على محمد.